കഴിഞ്ഞ ദിവസമാണ് പട്ടത്ത് നിന്ന് പാളയത്ത് വരികയായിരുന്ന മേയറുടെ സ്വകാര്യ വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞു ഒരു KSRTC ഡ്രൈവർ വിവാദത്തിലാകുന്നത്. ബസ്സിന് മുന്നിൽ കാർ വട്ടം നിർത്തി താൻ ആരാണെന്ന് അറിയാമോ എന്ന് ബസ് ഡ്രൈവറോട് മേയർ തിരക്കി. മേയറോടൊപ്പം ഭർത്താവായ MLAയും ഉണ്ടായിരുന്നു. എന്നാൽ വാർത്തകളൊന്നും അത്ര കണ്ട് ശ്രദ്ധിക്കാത്ത വ്യക്തിയായിരുന്നു ബസ് ഡ്രൈവർ. അതുകൊണ്ട് തന്നെ അയാൾക്ക് മേയറെയോ ഭർത്താവായ MLAയോ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. സംഭവത്തിന് പിന്നാലെ KSRTC ഡ്രൈവർ യദുവിനെതിരെ മേയർ കേസെടുക്കുകയും പണി തെറിപ്പിക്കുകയും ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്തു. ഓടിക്കൊണ്ടിരുന്ന ബസ്സിലിരുന്ന് ഡ്രൈവർ പുറകെ വരുന്ന വാഹനത്തിൽ, അതായത് കാറിന്റെ പിൻ സീറ്റിലുണ്ടായിരുന്ന 2 സ്ത്രീകളെ അശ്ലീല ആംഗ്യം കാണിച്ചു എന്നാണ് മേയർ നൽകിയിരിക്കുന്ന കേസ്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡ്രൈവറുടെ ജോലി തടസ്സപ്പെടുത്തുക മാത്രമല്ല, അതിലുണ്ടായിരുന്ന യാത്രക്കാരെ ആ രാത്രിയിൽ പുറത്തിറക്കി വിടുകയും ചെയ്തിട്ട് മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത് തങ്ങൾ KSRTC ബസ്സിന് കുറുകെ വണ്ടിയിട്ടില്ല എന്നായിരുന്നു. എന്നാൽ മേയറുടെ ആരോപണങ്ങളുടെ ചേർച്ചയില്ലായ്മ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ഇടയാക്കിയിരിക്കുന്നു. ഇതോടെ മേയറുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. ഈ CCTV ദൃശ്യമനുസരിച്ച് സീബ്ര ലൈനിന് മുകളിലാണ് മേയർ ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ചിരുന്ന കാറിട്ടിരിക്കുന്നത്. ശനിയാഴ്ച 9:45 പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ സിഗ്നലിനാണ് സംഭവം. നേരത്തെ ബസ് തടഞ്ഞില്ലെന്ന് മേയർ പറഞ്ഞിരുന്നു. ഈ ആരോപണങ്ങളെല്ലാം പച്ചക്കള്ളമാണെന്ന് ഇതോടെ തെളിഞ്ഞിരിക്കുകയാണ്.